റിക്കറന്റ് ആയി തലവേദന ഉള്ളപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ട് പല ചികിത്സയും ചെയ്തു നോക്കും. ആ ടൈമിൽ കറക്റ്റായി മരുന്ന് കഴിക്കും. പെയിൻ കുറയും, കുറെ കാലത്തേക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെയും മൈഗ്രെയിൻ വരും. ചില ആളുകൾ ടെമ്പററി ആയി എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ച് പെയിൻ കൺട്രോൾ ചെയ്യാൻ നോക്കും. തലവേദന വരുമ്പോൾ മാത്രം ചികിത്സിക്കേണ്ട അസുഖമല്ല മൈഗ്രെയിൻ. പെയിൻ കുറയ്ക്കുന്നതിനോടൊപ്പം എന്ത് ഫാക്ടേഴ്സ് ആണ് മൈഗ്രെയിനിലേക്ക് എത്തിക്കുന്നത്, അതായത് എന്തുകൊണ്ട് മൈഗ്രെയിൻ വരുന്നു. ഇപ്പോ മാനസികമായ ബുദ്ധിമുട്ടുകൾ, മെന്റൽ ട്രോമ, ഒരാളുടെ ബിഹേവിയർ, ക്യാരക്ടർ, ലൈഫ് സ്റ്റൈൽ, വയറിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, തൈറോയിഡ് ഡിസീസ് പോലെയുള്ള എൻഡോക്രൈനോളജിക്കൽ കണ്ടീഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൈഗ്രെയിനുമായി കണക്റ്റഡ് ആണ്. അതുപോലെ തലവേദന അസോസിയേറ്റ് ചെയ്തുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇതും ഡീപ്പായി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ എലമെന്റ്സ് ഒക്കെ തന്നെ ഓരോ ആളുകളിലും ഡിഫറെന്റ് ആണ്. അതായത് മൈഗ്രെയിൻ ചികിത്സ എല്ലാവർക്കും ഒരുപോലെയല്ല. സോ ഓരോ ആളുകളുടെയും മൈഗ്രെയിനിന്റെ കംപ്ലീറ്റ് ആൻഡ് ക്ലിയർ ആയ പിക്ചർ മനസ്സിലായാൽ മാത്രമാണ് അത് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റൂ. ഓരോ ആളുകൾക്കും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ബേസ് ചെയ്ത് മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റായ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റും ജീവിതശൈലിയിലെ ചില മാറ്റങ്ങളും മൈഗ്രെയിൻ ഇഫക്റ്റീവായി കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.